ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറായിട്ട്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നോർത്ത് ആംപ്ടണിലെ മോൾട്ടൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ വില്യം കേറിയുടെ ഓർമ്മകൾ, ചരിത്രം നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ത്യക്കാർക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരു മിഷണറിയാണ് വില്യം കേറി. നമ്മുടെ രാജ്യത്തിൽ ഭയാനകമായ ഒരു അനാചാരമുണ്ടായിരുന്നു. ആയിരക്കണക്കിന് സ്ത്രീകളെ ചുട്ടരിച്ച ചരിത്രം നമ്മുടെ ഇന്ത്യക്കുണ്ട്. ഒരു പുരുഷൻ മരിച്ചാൽ അയാളുടെ വിധവയായിത്തീരുന്ന ആ സ്ത്രീയെ ആ ചിതയിൽ വെച്ച് ചുട്ടരിക്കണമെന്നുള്ളതായിരുന്നു നമ്മളുടെ മതം ശാസിച്ചത്. അതനുസരിച്ച് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് സ്ത്രീകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വില്യം കേറി ഈ ദാരുണമായ, ഈ ദുഃഖകരമായ അനുഭവങ്ങൾ കണ്ട് അതിനെ തടയാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എതിർപ്പുകളുണ്ടായി. അദ്ദേഹം ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തി നിരോധിക്കപ്പെട്ടത്. രാജാറാം മോഹൻ റോയിയെ പോലുള്ളവരൊക്കെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവരാണ്. വാസ്തവത്തിൽ സതി നിരോധനത്തിൻ്റെ പ്രധാന കണ്ണി, അതിന് പ്രചോദനമായി തീർന്നത് വില്യം കേറി ആയിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യയിൽ വന്ന് പല ഭാഷകൾ പഠിച്ച്, സംസ്കൃതം ഉൾപ്പെടെയുള്ള ഭാഷകൾ പഠിച്ച് അതിന് ഗ്രാമർ ഉണ്ടാക്കി, ഡിക്ഷണറി ഉണ്ടാക്കിയ മഹാനായ ഒരു മനുഷ്യനായിരുന്നു വില്യം കേറി. ഏകദേശം 35-ലധികം ഭാഷകളിൽ ബൈബിൾ തുടങ്ങി പലതും പരിഭാഷപ്പെടുത്തിയ ഒരു മഹാനായിരുന്നു വില്യം കേറി. സൊറാബോർ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനാണ് അദ്ദേഹം. കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലുമുള്ള അനേക വൈദികർ, പാസ്റ്റർമാർ പഠിച്ച് BTH, BD, MTH, PhD ഒക്കെ നേടുമ്പോൾ ഓർക്കണം ഈ വലിയ മനുഷ്യനെ. ഈ പ്രദേശത്ത് അദ്ദേഹം ഒരു ഷൂ മേക്കറായിട്ട് ജോലി ചെയ്തു. ഭൂപടം വരച്ചുണ്ടാക്കി അത് നോക്കിയും പ്രാർത്ഥിച്ചും ഭാഷകൾ പഠിച്ചു. ആ മഹാനായ മനുഷ്യൻ ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അദ്ദേഹത്തെ അവിടേക്ക് പോകുവാൻ അനുവദിച്ചിരുന്നില്ല. പിന്നെ അദ്ദേഹം ഒരു ഡാനിഷ് കപ്പലിൽ കയറിയൊക്കെയാണ് ഇന്ത്യയിൽ വരുന്നത്. അവിടെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എതിർത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. പ്രിയപ്പെട്ടവരെ, ബ്രിട്ടീഷുകാര്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാര് ഇന്ത്യക്കെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ദ്രോഹം ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മിഷണറിമാര് ഒരിക്കലും ഇന്ത്യക്കെതിരായ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ ആൾക്കാർക്ക് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. മഹാനായ വില്യം കേറിയുടെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കാണുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൽ നിന്ന് വലിയ കാര്യം പ്രതീക്ഷിക്കുക, വലിയ കാര്യം പ്രതീക്ഷിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ദൈവത്തിന് വേണ്ടി അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ് ഫോർ ഗാഡ്. ദൈവത്തിന് വേണ്ടി വലിയ കാര്യം അന്വേഷിക്കുക മാത്രമല്ല, ദൈവത്തിന് വേണ്ടി വലിയ കാര്യം ചെയ്യുവാനും നമ്മൾ തയ്യാറാകണം. ആ മനുഷ്യൻ ഇവിടെ ഷൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴും, ആ ചെറിയ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലും അദ്ദേഹം ദൈവത്തിൽ നിന്ന് വലിയ കാര്യം പ്രതീക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം ദൈവത്തിന് വേണ്ടി വലിയ കാര്യം ചെയ്യുവാൻ തയ്യാറായി. അദ്ദേഹം നമ്മുടെ ഇന്ത്യയിൽ സംസ്കൃതം പഠിപ്പിക്കുന്ന പ്രൊഫസറായി, യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നയാളായി, സതി തുടങ്ങിയ അനാചാരങ്ങൾ നിർത്തുന്ന ഒരു വ്യക്തിയായി മാറി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചെറിയ മുറിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചിന്തിച്ച കാര്യങ്ങൾ, ആരാണ് നമ്മുടെ ദൈവം? പ്രപഞ്ചത്തിന് സൃഷ്ടിതാവല്ലേ? ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ഭോഷത്വമായി തിരഞ്ഞെടുത്തവൻ, ബലവാന്മാരെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായത് തിരഞ്ഞെടുത്തവൻ. ആ കർത്താവിന് ജ്ഞാനത്തിൻ്റെ വചനമുണ്ട്, പ്രവചന വരമുണ്ട്, രോഗശാന്തി വരമുണ്ട്, വീര്യപ്രവൃത്തികളുടെ വരമുണ്ട്. അതൊക്കെ നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും.
അതുകൊണ്ട് നമുക്ക് വലിയ കാര്യം ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ചെറിയവരായിരിക്കാം, നമ്മുടെ കുടുംബം ചെറുതായിരിക്കാം, നമ്മുടെ അറിവ് ചെറുതായിരിക്കാം, പക്ഷെ നമ്മുടെ ദൈവം വലിയവനാണ്. വലിയ കാര്യം ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. എന്നിട്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതും വെച്ചുകൊണ്ടിരിക്കാതെ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് തയ്യാറാകണം. ഇവിടെ ഒരമ്മച്ചിയാണ് ഞങ്ങളെ ഇതെല്ലാം കാണിച്ചത്. ആ അമ്മച്ചിയോ ഞാൻ ക്യാൻ ഐ ഇൻട്രൊഡ്യൂസ് യു? ഇതെല്ലാം ഞങ്ങളെ കാണിച്ചത് ഈ പ്രിയമാതാവാണ്, മാർഗ്രറ്റ് വില്യംസ്. ഈ പ്രായത്തിലും ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഇതെല്ലാം കാണിച്ച ഈ അമ്മച്ചിക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Thank you so much. Great pleasure. Thank you so much. Delightful to meet you. God bless you. And you. God bless you. പ്രിയപ്പെട്ടവരെ, ഞാനൊരു പാവപ്പെട്ട ഹൈന്ദവ ഭവനത്തിലാണ് ജനിച്ചു വളർന്നത്. എന്നാൽ യേശുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിക്കാനും കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാനും ഒക്കെ ഇടയായി. ഞങ്ങളുടെ പ്രിയ അനീഷാണ് ഇവിടെ കൊണ്ടുവന്നത്, സുനീഷാണ് ഇവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വില്യം കേറിയെ പോലുള്ള മഹാന്മാർ സ്വപ്നം കണ്ട, പ്രാർത്ഥിച്ച, ദൈവാലോചനയുമായിട്ട് ഇറങ്ങിപ്പോയ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഈ സാക്ഷ്യങ്ങളൊക്കെ പരിമിതമാണെങ്കിലും ഭാഷാ വൈകല്യമുണ്ടെങ്കിലും പറയുവാൻ എനിക്ക് ഭാഗ്യം നൽകിയതിനായി സ്തോത്രം. ഞങ്ങൾ കർത്താവിൽ നിന്ന് വലിയ കാര്യം പ്രതീക്ഷിച്ച് കർത്താവിൽ നിന്ന് വലിയ കാര്യം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കും.